അച്ഛാ, 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് റിച്ച്മണ്ടിൽ ഞാൻ ഇവിടെ വന്നു. ഇവിടെ സെക്രട്ടറി ഇല്ല, ആരുമില്ല. ഇതെപ്പോ തുടങ്ങാനായി? സെക്രട്ടറി വരട്ടെ. ടൈം ഈസ് മണി. ഓക്കെ, ഇവിടെ വന്ന് സെക്രട്ടറിയെ നോക്കി എത്ര നേരമായിട്ടിരിക്കുക. അച്ഛാ, സെക്രട്ടറി വരട്ടെ. സെക്രട്ടറി വരാതെ നമുക്ക് കമ്മിറ്റി മീറ്റിംഗ് തുടങ്ങാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. വി വെയിറ്റിംഗ് ഫോർ ദ സെക്രട്ടറി ഗൈസ്. ലെറ്റ്സ് ജസ്റ്റ് വെയിറ്റ് ഫോർ ഹിം. ഓക്കെ? അച്ഛാ, എന്നോട് ക്ഷമിക്കണം, ഞാൻ വളരെ തിരക്കില്ല. ഈ പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ മാത്രം കൂടെ ചെയ്യാൻ. ബേസ്മെന്റ് ലീക്കായി നിന്ന്, അതുപോലെ പാഴ്സനേജിന്റെ റൂഫ്, ഇതിനെല്ലാം ഓടാൻ ഞാനേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ആ മൈക്കിനെ ഒന്ന് കണ്ടിങ്ങോട്ട് വന്നതേ ഉള്ളൂ. സോറി, ക്ഷമിക്കണം വെച്ചാ. പെട്ടെന്ന് തുടങ്ങി. അജണ്ടയൊക്കെ ഒന്ന് കൊടുത്തേക്ക്. എന്നാൽ തുടങ്ങണ മുമ്പ് നമുക്ക് 2 വാക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. Thank you, Heavenly Father, for this wonderful time you have given to us. All the decisions which we will make today be for your glory and honor, O God. I ask all this in Jesus' holy name. Amen. Amen. ഞാൻ അജണ്ട നിങ്ങളൊന്ന് പാസ് ചെയ്ത് കൊടുത്തേ. എല്ലാവർക്കും കിട്ടിയല്ലോ? The first item on the agenda today is selection of donated items. നമുക്ക് നമ്മുടെ വളരെ വേണ്ടപ്പെട്ടതായ ഒരു കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ ഒരു വ്യക്തി നമുക്കൊരു കാസ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഒരു കാസയാണ്. അപ്പോൾ സെക്രട്ടറി എന്ന നിലയ്ക്ക് എൻ്റെ തീരുമാനം അടുത്ത ആഴ്ച തൊട്ട് നമുക്കിത് ഉപയോഗിക്കാം. അച്ഛൻ്റെ അഭിപ്രായം എന്നാ പറയുന്നത്? സെക്രട്ടറി, നിങ്ങളുടെ തീരുമാനം. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ കൊണ്ടുവന്ന കാസ, ഞങ്ങളുടെ കുടുംബക്കാർ തരുന്ന കാസ, അതാ ഈ പള്ളിയിൽ ഉപയോഗിച്ചത്. അതിനൊരു മാറ്റവുമില്ല. അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്യുന്ന വലിയൊരു മഹാപാതകമാണ്. സെക്രട്ടറി അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട. അത് ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഞാൻ കൊണ്ടുവന്ന കാസ മാത്രമേ ഇനിയും ഉപയോഗിക്കാൻ പാടുള്ളൂ. ചാക്കോച്ച, ഈ കോശിച്ചന്റെ കാസ എന്ന് ഇവിടെ വന്നത് ആരിത് അപ്രൂവ് ചെയ്തു? ഇത് കമ്മിറ്റി വല്ലതും കൊണ്ടുവന്നാണോ? അച്ഛൻ ഇവിടെ പുതുതായിട്ട് വന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അച്ഛൻ അധികം അറിയത്തില്ല. 1988 ഈ പള്ളി തുടങ്ങുന്ന കാലത്ത് ഒറ്റ മനുഷ്യനില്ലായിരുന്നു ഒരു കാസ കൊണ്ട് തരാൻ. അതിനു വേണ്ടി തന്നെ ഞാൻ നാട്ടിൽ പോയി കഞ്ഞിക്കുഴി ചെന്ന് ഒരു കാസ വാങ്ങിച്ച് തിരുമേനിയെ കൊണ്ട് വാഴ്ത്തിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആദ്യത്തെ സർവീസ് എടുക്കുന്ന അന്ന് തുടങ്ങി ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാസ എൻ്റെ കാസയാണ്. അത് മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ ഈ ചാക്കോച്ചന് കോശക്കുഞ്ഞും കൂടി ചെന്ന് വേറൊരു കാസ കൊണ്ടുവന്നിരിക്കുന്നു. അച്ഛൻ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. ഇത് കണ്ട് ഞാൻ മടുത്തു. ഇതിവിടെ അവസാനിച്ചാലേ ഈ പള്ളി നന്നാകത്തുള്ളൂ. അച്ഛാ, I have better things to do. I have lot of things to do at home. I'm leaving this committee. There is no use to sit in this committee. I am leaving. I don't want it. ഭൂമി കുലുങ്ങിയിട്ടില്ല കേട്ടോ. ഭൂമി കുലുങ്ങാനായിട്ടില്ല. ഓ മൈ ഗുഡ്നസ്, വാട്ട് ഈസ് ദിസ്? These people all the time. താൻ എത്രയും കിടന്ന ആവേശം കൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ വിശുദ്ധ നാട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന 24 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് കാസയാണ് ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഈ നല്ല കാസ ഉപയോഗിക്കണം ഒരു യോഗം അല്ലാതെ. So disgraceful. Stop talking about your 24 karat gold. Come and sit down. What is that? കഷ്ടമാണിത്. എവിടുന്ന് കൊണ്ടുവന്ന കാസ ആയാലും കുഴപ്പമില്ല. എന്റെ കഞ്ഞിക്കുഴിയിലെ കാസ മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ കഞ്ഞിക്കുഴി കാസ
ആരെയാണ് കഞ്ഞി കുടിച്ചേ? ആരെയാണ് കഞ്ഞി കുടിച്ചേ? ചെറിയാച്ച, നിങ്ങൾ കഞ്ഞിയാന്നുള്ള എല്ലാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങൾ കുറഞ്ഞു ചെറിയാച്ച. എന്റെ അച്ഛൻ വിളിച്ചിട്ടാ കമ്മിറ്റിയിലെ കോറ തികയത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിങ്ങ് പോരുന്നുള്ള അച്ഛാ. Then why don't you just go back to sleep as you always do? ശരി ശരി. പ്ലീസ് ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ശരിയായി? ഇപ്പൊ തന്നെ സമയം എത്ര നേരമായി. എനിക്കാണെങ്കിലേ നമ്മുടെ ജോണിക്കുട്ടിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്. ദേ അവിടെ വിളിച്ചിട്ട് പോകാനുള്ളതാണ്. കൊച്ചമ്മയും പിള്ളേരും ഒക്കെ എത്ര നേരമായിട്ട് ഒരുങ്ങി നിൽക്കുവാന്നറിയാവോ? നിങ്ങളൊന്ന് പെട്ടെന്ന് തീരുമാനിക്കുന്നേ. അച്ഛാ, I have to go home too. ടർക്കി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടേ ഉള്ളൂ. ഗസ്റ്റ് ആണെങ്കിൽ വരാനിരിക്കുന്നു. എന്റെ ദൈവമേ, എന്തെല്ലാം ജോലിയാ. ഇതിനെ പറ്റി അറിയാമല്ലോ അല്ലേ? ഓക്കെ ഗൈസ്, guys, what is wrong with the casa we are using right now? Why don't we just continue to use that? And why don't we talk about more important things like amendment to the Constitution, which is so important. I put so much effort into that work. എനിക്ക് അതിനെ പറ്റി എന്തെങ്കിലും ഒന്ന് അറിയണം. Okay, then why don't we talk about the spiritual growth of the church? Isn't that an important topic? Is that important to you? Okay, and how about the MOU? MOU, why don't we talk about that? എന്റെ പൊന്നു സഹോദരി, ഈ MOU SOU എന്നല്ല ഇവിടുത്തെ കാര്യം. എന്റെ കഞ്ഞിക്കുഴിയിലെ കാസ ഇവിടെ ഉപയോഗിക്കോ ഇല്ലയോ അതാ എനിക്കറിയണത്. ഓണത്തിന്റെ ഇടയിൽ കൂട്ടുകച്ചവടം കൊണ്ട് വന്നിരിക്കുന്നത്. പുട്ട് വന്നു. കൊച്ചു കുഞ്ഞാ പുട്ട് കഴിക്കാം. പുട്ട് ചെറിയ അവിടെ ഇരിക്കേ. കൂട്ട് വരുമോ? ഞാൻ വിളിക്കാം. അവിടെ ഇരിക്കേ. കാസ അതുമല്ല, അത് കോപ്പയാണ്. അതിന്റെ വാക്ക് തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. അത് ഞാൻ എപ്പോ അവിടെ പോയി അച്ഛന്റെ മുന്നിൽ നിന്നാലും എന്റെ ദേഹം മുഴുവൻ അങ്ങാവും. ഇനി ആ പരിപാടി ഇവിടെ വേണ്ട. മനസ്സിലായല്ലോ? Yo, what are you guys talking about? What is this casa? Sanjay, tell me, what is this casa? I've been telling you many times, don't call me uncle. Do I look like an uncle? Only a church for Pete's sake. സഞ്ജു, ഈ കാസ എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്കറിയത്തില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല കേട്ടോ. ഒന്ന് പറഞ്ഞു പോ. കാസ ഈ ചെറുക്കൻ ഫുൾ ടൈം ഫേസ്ബുക്കിൽ ഫോൺ എടുത്തോടെ കൊടുക്കും കേട്ടോ. Oh, it's a vessel where I pours the wine into. It's called as chalice. Oh, chalice! ആലിസ്യോ? ആലിസ്വന്നോ? ഞാനൊക്കെ മേടിച്ചു പോയി. വീട്ടിലാവാണ് സമാധാനമായിട്ട് കിടന്നു കൊടുക്കത്തില്ല. കമ്മിറ്റിയിലൊന്നും ഞാനും വന്ന് ഉറങ്ങാന്ന് പറഞ്ഞപ്പോഴത്തേന് അവിടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഞാനൊക്കെ മേടിച്ചു പോയി. അയ്യോ എന്റെ ദൈവമേ. അച്ഛാ, സമയം പോകുന്നു. ഒരു തീരുമാനം വേണം. ഞങ്ങൾക്കെല്ലാം ഇത് വീട്ടിൽ പോയി നാളെ ജോലിയുള്ളൂ. അവിടെ എന്താ ഒരു തീരുമാനം പറഞ്ഞാലേ പറ്റുള്ളൂ. Guys, before you make any decision, you have to follow the rules and regulations of the Constitution. Oh, rules and regulations. So we have to follow the Constitution. That's true. ഞാൻ സെക്രട്ടറി എന്നല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് വായിക്കാം. According to the Constitution, Article 45, Section 3, if the matter on the agenda cannot be resolved in a committee meeting, then the general body will take a decision. Oh, no way. General body അയ്യോ, ഇന്നൊന്നും പോകാൻ പറ്റത്തില്ല. ഇല്ല, no way. അച്ഛൻ പ്രസിഡന്റ് ആണ്. അച്ഛന്റെ തീരുമാനം എന്താന്ന് പറഞ്ഞേ പറ്റുള്ളൂ. എന്നെ കൊണ്ട് ഇത് പറ്റരുത്. ശരാ, ഇത് കൊള്ളാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നേരെ അച്ഛന്റെ തലയിലോട്ട് ഇട്ടോണം. ഇതിവിടെ നടക്കില്ല. നിങ്ങളുടെ പള്ളി, നിങ്ങളുടെ കാസ, നിങ്ങളുടെ തീരുമാനം.
നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഈ അച്ഛന് യാതൊരു കുഴപ്പമില്ല. പെട്ടെന്ന് തീരുമാനിച്ചോ. അച്ഛൻ എന്തോ തീരുമാനം വേണമല്ലോ. പക്ഷെ ഈ പള്ളിയില് ഞാൻ കൊണ്ടുവന്ന 24 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് കാസ ഉപയോഗിച്ചാൽ മതി, അത് നടക്കത്തുള്ളേ. എന്റെ ടീച്ച കഴിഞ്ഞ 25 വർഷം ഉപയോഗിച്ച കാസ ഇവിടെ ഉണ്ട്. അത് ഇനിയും ഞങ്ങൾ ഉപയോഗിക്കും. നിങ്ങളുടെ കാസ നിങ്ങൾ കൊണ്ട് വീട്ടിൽ ഉപയോഗിച്ചില്ലേ? അത് മതിയല്ലോ ആ പക്ക് പൊട്ടിയത്. അത് ഞങ്ങളുടെ ഒരു പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ഒരു അവകാശം. അത് നിങ്ങൾ മാറ്റിയാൽ ഇവിടെ പ്രശ്നം. ടീച്ച കോശിച്ച ആ ആഗ്രഹം അങ്ങ് മനസ്സിലിരിക്കട്ടെ. എൻ്റെ കാസാണ് ഒറിജിനൽ കാസ, അത് മാത്രം ഉപയോഗിച്ചാൽ മതി. എൻ്റെ കഞ്ഞിക്കുഴി കാസ മാത്രം ഉപയോഗിച്ചാൽ മതി. എടോ, അത് വീട്ടിൽ കൊണ്ട് കഞ്ഞി കുടിക്കണോ അത് വെച്ച്? അല്ലാതെ പള്ളിയിലാണ് ഉപയോഗിക്കുന്നത്. പള്ളിയിൽ ഗോൾഡ് പ്ലേറ്റഡ് അതാ ഉപയോഗിക്കുന്നത്, മനസ്സിലായി? എന്റെ കാസ, എൻ്റെ കാസ, എന്റെ കാസ, എൻ്റെ കാസ, എന്റെ കാസ, എൻ്റെ കാസ, എന്റെ കാസ, How unfortunate to see my flock fighting over such trivial things. Don't they know when the right hand gives, even the left hand should not know? I wish they remember. If you want to be great in God's kingdom, learn to be a servant of all. He who exalts himself shall be humbled, and he who humbles himself shall be exalted. Be humble and deal with each other in peace. There is the fruit of the Spirit that you need to make an integral part of your life, the Christian life. But the fruit of the Spirit is love, joy, peace, forbearance, kindness, goodness, faithfulness, gentleness, and self-control. Against such things